ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൈപ്പുകളാണ്, എങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള പൈപ്പുകളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കൺസീൽഡ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് വയറിംഗ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ അത്യാവശ്യം നമുക്ക് പൈസ മുടക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ, അതായത് പൈസ അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ISA പൈപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മീഡിയം ISA ഉപയോഗിക്കാം. പല ടൈപ്പ് പൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm പൈപ്പും 25 mm പൈപ്പുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന വയറിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 20 mm. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 25 ആണ്. അതിൻ്റെ കറക്റ്റായിട്ട് കാണാണ്ട 25 mm എന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 1 ഇഞ്ച് പൈപ്പ്, അതായത് ഇതാണ് അതിൻ്റെ വണ്ണോ അതിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഒരു മീഡിയം ISA ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 20 mm പൈപ്പാണ്. 20 mm പൈപ്പും 25 mm തമ്മിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ട് കണ്ടാം. 20 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുതായിരിക്കും. അത്യാവശ്യം നമ്മുടെ സർക്യൂട്ട് അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പൈപ്പുകളാണ് നമ്മൾ കോമൺലി വീടിൻ്റെ വയറിങ്ങിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ 1.25 കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ ക്യാമറയുടെ വയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ 1 ഇഞ്ച് പൈപ്പും അതായത് 25 mm 20 mm ആണ് നമ്മൾ ഈ സാധാരണ ഉപയോഗിക്കുന്നത്. വണ്ണം കൂടിയ പൈപ്പ്, അതായത് വണ്ണം കൂടിയ പൈപ്പാണ് 25, വണ്ണം ഇത്തിരി കുറഞ്ഞ പൈപ്പാണ് 20 mm പൈപ്പ്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് കാര്യങ്ങൾ, അതായത് റൂമിൽ നിന്നും DBയിൽ നിന്നും സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ MCBകൾ വെച്ച് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകുന്ന പൈപ്പുകളെല്ലാം തന്നെ 25 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മെയിൻ സർക്യൂട്ടുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത് 25 mm പൈപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് ലീഡുകൾ, AC-യിലേക്ക് പോകുന്ന സപ്ലൈ, പിന്നെ അതുപോലെ തന്നെ ചെറിയ സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് വയറുകൾ മാത്രം വരുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ 20 mm പൈപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 20 mm പൈപ്പ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് പോയിൻറ്റും കാര്യങ്ങളും, ഫാനിലേക്ക് പോകുന്ന ലീഡുകൾ, പിന്നെ സീലിങ്ങിലേക്ക് പോകുന്ന വർക്ക് കാര്യങ്ങളൊക്കെ വരും, സീലിങ്ങിൻ്റെ പൈപ്പ്, ഈ പറയുന്ന എല്ലാം തന്നെ കണ്ടോ, ഇതെല്ലാം 20 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. അത്യാവശ്യം നമുക്കൊരു കുറച്ച് വയറുകൾ മാത്രം വരുന്ന ഏരിയകളിലാണെങ്കിൽ 20 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് 20 ആണ്. 20 വന്നിരിക്കുന്നത് മെയിൻ സർക്യൂട്ടുകൾ വരുന്നത് ആ സെൻറ്ററിൽ കാണുന്ന പൈപ്പ് ഉണ്ട്, അത് മാത്രം സർക്യൂട്ട് വന്ന പൈപ്പ് ആയതുകൊണ്ട് നമുക്കത് 25 mm ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടുതൽ വയർ പോകുന്ന ഏരിയകളിലും സർക്യൂട്ട് പോകുന്ന ഏരിയകളിലും വയർ ഒരുപാട് തിങ്ങി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിങ്ങി വന്നു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ടും ഉണ്ടാകും. ഇൻഡക്ഷൻ കറണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ട്, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില LED ബൾബുകളൊക്കെ തെളിഞ്ഞിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഇൻഡക്ഷൻ കറണ്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിവിടെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വയറിങ്ങിൽ നിന്ന് നമുക്ക് അതിന് കൺസീൽഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാം തന്നെ. അത്യാവശ്യം ഒരു 90% നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm പൈപ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സർക്യൂട്ടുകൾ എന്ന് പറയുന്ന സമയത്ത് ഓരോ റൂമിലേക്കും മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് 25 mm നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീടിൻ്റെ ഫുൾ വയറിംഗ് സിസ്റ്റം കാര്യങ്ങളെക്കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരു മോഡ്യൂൾ പോലെ ചെയ്യാൻ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്താൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, അതായത് ബേസ്മെൻറ്റ് തൊട്ട്, അതായത് നമ്മളൊരു വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അതിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങി റൂം, അങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് നമുക്ക് എങ്ങനെ വയറിങ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date,